നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള നമ്മുടെ ആത്മസമർപ്പണത്തിൻ്റെ പരിശുദ്ധമായ ദിനങ്ങളിലൂടെ നാം മുന്നോട്ട് പോവുകയാണല്ലോ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും, ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിന് ആവശ്യമായ സ്വർഗത്തിൻ്റെ നന്മകളും സുഹൃതങ്ങളും പുണ്യങ്ങളും അത് സമൃദ്ധമായി ലഭിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ സവിശേഷതകളെയും ആ അമ്മ ജീവിതത്തിൽ സ്വീകരിച്ച സ്വർഗീയ നന്മകളെയും കുറിച്ചുള്ള വിചിന്തനം നമുക്ക് ആരംഭിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്ന ഈ പ്രിയപ്പെട്ട പരിശുദ്ധമായ ദിവസങ്ങളിൽ ആദ്യത്തെ ചിന്ത, ഇന്നത്തെ വിചിന്തനത്തിൽ ആദ്യത്തെ ചിന്ത ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് മറിയത്തിൻ്റെ ഹൃദയ സവിശേഷതയാണ്. വേദശാസ്ത്രികൾ എപ്പോഴും പഠിപ്പിക്കാറുണ്ട് മറിയത്തിന്റെ ഹൃദയം നിർമ്മലമാണ്, വിശുദ്ധമാണ് എന്ന്. എന്നാൽ അതിനേക്കാൾ ഉപരി പരിശുദ്ധ അമ്മ ഈ വിശുദ്ധിയും നിർമ്മല ഹൃദയവും പ്രാപിച്ചതെങ്ങനെയാണ്? ആത്മസമർപ്പണത്തിന്റെ ഏറ്റവും തീവ്രമായ ഭാവങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ ഉയർന്നു എന്നതാണ് ആ സവിശേഷത. Mary's heart was fully fixed and centered on God Himself. മറിയത്തിന്റെ ഹൃദയം ദൈവത്തിൽ പൂർണ്ണമായും അടിയുറച്ചതും യേശുവിൽ ദൈവത്തിൽ കേന്ദ്രീകൃതവുമായിരുന്നു. അപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ സാരാംശമായ ഹൃദയത്തെ, ആത്മഭാവത്തെ, ഹൃദയഭാവത്തെ രക്ഷകനും കർത്താവുമായ ദൈവത്തിൻ്റെ മുൻപിൽ അടിയറ വെച്ച് ആത്മസമർപ്പണം ചെയ്തു എന്ന ഏറ്റവും ശ്രേഷ്ഠമായ സവിശേഷത നാം ഓരോരുത്തരോടും, നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിൽ വലിയ ഒരു ഉത്തരവാദിത്വം അവതരിപ്പിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ആത്മസമർപ്പണത്തിന്റെ ഭാഷ പറയുവാൻ, ആത്മസമർപ്പണത്തിന്റെ തീവ്രഭാവങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഉയർത്തുവാൻ, ആത്മസമർപ്പണത്തിന്റെ സ്വർഗീയ മഹിമയിലേക്ക് നമ്മുടെ ജീവിതത്തെ പകരുവാൻ, ആ ദൈവ തിരുമുമ്പിൽ ആത്മസമർപ്പണത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ഉള്ള ആഹ്വാനമാണ്, ഉത്തരവാദിത്വമാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നത്. പരിശുദ്ധ അമ്മയുടെ ഹൃദയം പൂർണ്ണമായും ദൈവത്തിൽ കേന്ദ്രീകൃതവും ദൈവത്തിൽ ഉറച്ചതുമായിരുന്നു. എൻ്റെ ഹൃദയം, നിന്റെ ഹൃദയം പൂർണ്ണമായും ദൈവത്തിൽ, ദൈവിക കാര്യങ്ങളിൽ, ദൈവിക നന്മയിൽ, ദൈവിക സമാധാനത്തിൽ, ദൈവിക കൃപയിൽ, ദൈവ ചൈതന്യത്തിൽ അടിയുറച്ചതാണോ, കേന്ദ്രീകൃതമാണോ എന്ന് ആത്മവിമർശനം നടത്തുവാനും പരിശുദ്ധ അമ്മയുടെ ചൈതന്യം നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇനി പരിശുദ്ധ അമ്മയുടെ രണ്ടാമത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത് മറിയത്തിൻ്റെ ഏറ്റവും തീവ്രമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും, വിഷ് ആൻഡ് ഡിസയർ, ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ദൈവം മാത്രമായിരുന്നു. ദൈവം മാത്രമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതും മഹത്വമേറിയതുമായ ഒരു സവിശേഷതയാണ് അമ്മയുടെ ആഗ്രഹം. അത് മറ്റൊന്നുമായിരുന്നില്ല, ദൈവമായിരുന്നു. അമ്മയുടെ ആഗ്രഹം മറ്റൊന്നുമായിരുന്നില്ല, ദൈവികതയായിരുന്നു. വിഷ് ആൻഡ് ഡിസയർ,
ആഗ്രഹവും അഭിനിവേശവും എല്ലാം ദൈവമായിരുന്നു. നമുക്കറിയാം, ആകർഷണങ്ങളുടെയും സ്വാധീനങ്ങളുടെയും ഒരു ലോകത്തിലാണ് നാം. ആഗ്രഹങ്ങളും അഭിവാഞ്ചകളും അഭിനിവേശങ്ങളും ഒത്തിരിയേറെ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യത്വങ്ങളാണ് നാം കാണുന്നത് മുഴുവനും. അവിടെയൊക്കെ ഈ ലോകത്തിന്റെ ആകർഷണങ്ങളുടെയും സ്വാധീനങ്ങളുടെയും പ്രപഞ്ചമായ മോഹങ്ങളുടെയും എല്ലാം മുൻപിൽ പരിശുദ്ധ അമ്മ ഉയർത്തുന്ന ഏറ്റവും വലിയൊരു ചോദ്യം, നിന്റെ ആഗ്രഹം ദൈവമാണോ? നിന്റെ അഭിനിവേശം ദൈവമാണോ? നിന്റെ അഭിനിവേശവും ആഗ്രഹവും വ്യക്തികളിലാണോ, വസ്തുക്കളിലാണോ, സാഹചര്യങ്ങളിലാണോ, നേട്ടങ്ങളിലാണോ, ലാഭങ്ങളിലാണോ, മോഹങ്ങളിലാണോ, സംതൃപ്തി നേടുവാനുള്ള, സന്തോഷം നേടുവാനുള്ള പരിശ്രമങ്ങളിലാണോ? ആയിരിക്കരുത്. മറിച്ച് എല്ലാ സന്തോഷങ്ങളുടെയും ആനന്ദത്തിന്റെയും എല്ലാ സമാധാനത്തിന്റെയും സ്വർഗീയ നന്മകളുടെയും എല്ലാം ഉറവിടമായ ദൈവമായിരിക്കണം നിന്റെ ആഗ്രഹം, നിന്റെ അഭിനിവേശം, നിന്റെ അഭിലാഷം ദൈവമായിരിക്കണം. ദൈവത്തെ ആഗ്രഹിക്കുക. വചനം പഠിപ്പിക്കുന്നതും അത് തന്നെയല്ലേ. നീ ആദ്യമേ പോയി ദൈവരാജ്യവും അതിന്റെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളത് മുഴുവൻ നിനക്ക് നൽകപ്പെടും. Search for the kingdom of God. All the rest will be granted to you in time. സ്വർഗരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. നിന്റെ ആഗ്രഹം, എൻ്റെ അഭിനിവേശം അത് ദൈവമാകണം. അപ്പോൾ മാത്രമാണ് പരിശുദ്ധ അമ്മയെ പോലെ കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്താൻ നമുക്ക് കഴിയുക. അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ അന്യനിലേക്ക് തിരിയും, ആകർഷണങ്ങളിലേക്ക് തിരിയും, ജഡവാസനകളിലേക്കും മോഹമായകളിലേക്കും തിരിയും. അപ്പോഴാണ് എൻ്റെ കാതുകൾ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്താൻ എനിക്ക് കഴിയുക. അല്ല എങ്കിൽ എൻ്റെ കാതുകൾ പരദൂഷണത്തിനും തിന്മയ്ക്കും സമൂഹത്തിൽ നിറഞ്ഞിരിക്കുന്ന കലാപകലുഷിതമായ സാഹചര്യങ്ങളിലേക്കും എൻ്റെ കാതുകൾ തുറക്കും. ദൈവത്തിങ്കിലേക്ക് തുറക്കാൻ അതിനാവില്ല. അപ്പോഴാണ് എൻ്റെ ഹൃദയം ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്താൻ കഴിയുക. ദൈവത്തിന്റെ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമായ നിന്റെ അസ്തിത്വം, അത് ആ ദൈവ ആലയമായി മാറുന്നത് നിന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ദൈവത്തിന്റെ ചൈതന്യം കുടികൊള്ളുന്നത് കൊണ്ടാണ്. ആ ദൈവത്തിന്റെ പക്കലേക്ക് നിന്റെ ഹൃദയം ഉയർത്തുന്നത് കൊണ്ടാണ്. ആ ഹൃദയം നിന്റെ ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്തുവാൻ നിനക്ക് കഴിഞ്ഞാൽ അമ്മയെപ്പോലെ നീയും ഞാനും ധന്യനാകും, കൃപ നിറഞ്ഞവരാകും. അപ്പോൾ അമ്മയുടെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മയുടെ ആഗ്രഹം, അമ്മയുടെ അഭിനിവേശം അതെന്നും ദൈവമായിരുന്നു, ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു, ദൈവത്തിന്റെ ചൈതന്യമായിരുന്നു. മൂന്നാമതൊരു സവിശേഷതയുണ്ട്. ഹൃദയം പൂർണ്ണമായി ദൈവത്തിലൂന്നി, ദൈവത്തിൽ കേന്ദ്രീകരിച്ച്, ദൈവത്തെ ആഗ്രഹമായി അഭിനിവേശമായി കരുതി ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നാം കാണുന്ന സവിശേഷത എന്താണെന്നറിയാമോ? മറിയം ഉള്ളിടത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തന നിരതമാകുന്നു. Where there is Mary, there is the Holy Spirit. Where there is Mary, there is the Holy Spirit. ഈശോയുടെ പിറവിയുടെ നിമിഷങ്ങളിൽ, സ്ലീഹന്മാരോടൊത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിമിഷങ്ങളിൽ, പെന്തക്കുസ്തായുടെ നിമിഷങ്ങളിൽ എല്ലാം മറിയത്തിന്റെ സാന്നിധ്യത്തെ ദൈവാത്മാവ് തന്റെ പ്രവർത്തനം കൊണ്ട് അലങ്കരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നാം നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട്, ഈ ലോകത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട്, വിശ്വപ്രപഞ്ചത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട്, സഭയെയും സഭാമക്കളെയും ഈ ലോക സഭയെയും കഴിഞ്ഞുപോയ സഭയെയും വരാനിരിക്കുന്ന സഭയെയും സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഈ യാമങ്ങളിൽ അവിടുത്തെ ആ ചൈതന്യത്തിന് മുൻപിൽ, പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് മുൻപിൽ, അഭിഷേകത്തിന് മുൻപിൽ നാം യോഗ്യരായി തീരണമെങ്കിൽ പരിശുദ്ധ അമ്മയെ പോലെ നാമും നമ്മെ തന്നെ ആത്മസമർപ്പണം ചെയ്ത് സകലതും ദൈവത്തിൽ ഊന്നി നിൽക്കുക. ദൈവത്തിന്റെ ആത്മാവ് പെയ്തിറങ്ങും, ദൈവത്തിന്റെ ചൈതന്യം നിറയും,
ദൈവാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നീയും ഞാനും പരിപൂരിതരാകും. ദൈവകൃപയുടെ നിറവ് കൊണ്ട്, ദൈവാത്മാവിന്റെ അഗ്നി അഭിഷേകം കൊണ്ട് ഞാനും എൻ്റെ കുടുംബവും, നീയും നിന്റെ കുടുംബവും, കുടുംബാംഗങ്ങളും, നിന്റെ ജോലിയും, നിന്റെ സമ്പത്തും, നിന്റെ ഭവനവും, നിന്റെ പരിശ്രമവും, നിന്റെ ആഗ്രഹങ്ങളും, നിന്റെ താല്പര്യങ്ങളും എല്ലാം ദൈവാത്മാവിന്റെ അഗ്നിജ്വാലയാൽ, അഭിഷേക ചൈതന്യത്താൽ പരിപൂരിതമാകും. അതാണ് അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് യേശുവിലേക്ക് കണ്ണുകൾ ഉയർത്താം, ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്താം, കരങ്ങൾ ഉയർത്താം. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ സഹായം നമുക്ക് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.